ഒന്നും തൊട്ടുപോകാത്ത ഒരു മലയാളിയും ഉണ്ടാകില്ല അല്ലേ ഹർഷൻ? തീർച്ചയായും വിവിധ തലത്തിൽ കാരണം അദ്ദേഹം ഒരു ഭരണാധികാരി എന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, ഒരു തൊഴിലാളി നേതാവ് എന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, ഒരു പരിസ്ഥിതി പ്രവർത്തകൻ എന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് എല്ലാം ഒരു സ്ത്രീ അവകാശ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗമായി ഇരുന്നുകൊണ്ട് തന്നെ ഇതിലെല്ലാം ഇടപെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത് പലപ്പോഴും പറയും അദ്ദേഹം വലിയ വ്യവസായ ADB വിരുദ്ധ സമരം നടത്തുന്നയാളെ തന്നെ കുറച്ച് കഴിയുമ്പോൾ അപ്പുറത്ത് മുകേഷ് അംബാനിയുമായി ചർച്ച നടത്തുന്നത് കാണാം എന്ന്. കാരണം ആ എല്ലാ തലത്തിലും അദ്ദേഹത്തിന് ഇടപെടാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. നേരത്തെ രാജീവ് ചന്ദ്രശേഖർ വന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ, അദ്ദേഹം ഒരു വ്യവസായി എന്ന നിലയിലാണ് അദ്ദേഹം ആദ്യം VS അച്യുതാനന്ദനെ കാണുന്നത് എന്ന്. രാജീവ് ചന്ദ്രശേഖർ ഒരു വ്യവസായി ആയിരിക്കുമ്പോഴാണ് കാണുന്നത്. ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പ് ആ സമയത്ത് അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ തരക്കാരുമായും അദ്ദേഹത്തിന് ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. അതായത് വില്ലൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര ദീർഘമായ ഒരു കാലയളവാണ് അദ്ദേഹം സജീവമായിരുന്നത് എന്ന്. അദ്ദേഹം ഈ 1920-കൾ തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെല്ലാം നമുക്ക് മുന്നിലുണ്ട്. ആ ഓരോ അനുഭവം അദ്ദേഹത്തിൻ്റെ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവം പോലും തീർച്ചയായും ഒരു പോരാട്ടത്തിൻ്റെ അനുഭവം തന്നെയാണ്. അത് ആ നിലയ്ക്ക് തന്നെ നമ്മൾ ഇനിയുള്ള തലമുറയ്ക്കും പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഇതായിരുന്നു കാലമെന്നും ലോകമെന്നും നമ്മുടെ സംസ്ഥാനമെന്നും നമ്മുടെ ജീവിത രീതിയെന്നുമൊക്കെ മനസ്സിലാക്കി കൊടുക്കേണ്ട ഒട്ടേറെ സന്ദർഭങ്ങളിലൂടെ അദ്ദേഹം അവിടെ മുതൽ ഇങ്ങോട്ട് കടന്നു വരികയാണ്. അതിനുശേഷമുള്ള എത്ര പോരാട്ടങ്ങളും സമരങ്ങളും. നേരത്തെ സുജിത്ത് അവിടെ പറയുന്നത് കേട്ടു, VS എന്ന് ഓർക്കുമ്പോൾ പല സ്ഥലപ്പേരുകളുമാണ് ഇങ്ങനെ ഓർമ്മയിൽ വരിക. ഇടമലയാർ മുതൽ ഇങ്ങോട്ട്, അല്ലെങ്കിൽ മതികെട്ടാൻ, അതിരപ്പള്ളി, എല്ലാം മൂന്നാർ, ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ആ സ്ഥലപ്പേരുകളും ഓരോ സംഭവങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വരും. കേസുകളുടെ പേരുകൾ VS എന്ന് പറയുന്ന ആ പേര് കേൾക്കുമ്പോൾ ഈ പറയുന്ന പാമോലിൻ കേസ് നമ്മുടെ മനസ്സിൽ വരും, ഇടമലയാർ കേസ് നമ്മളുടെ മനസ്സിൽ വരും, ഐസ്ക്രീം പാർലർ കേസ് നമ്മളുടെ മനസ്സിൽ വരും, ഇങ്ങനെ സോളാർ കേസ്, ഇങ്ങനെ കേസുകളുടെ പേരുകൾ അടക്കം ഇങ്ങനെ പലതരത്തിൽ എന്തിനോടെല്ലാം VSനെ ചേർത്ത് വയ്ക്കാം എന്ന് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയില്ല. എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നു. തൊഴിലാളി സമരങ്ങളുടെ കാര്യമെടുത്താൽ എപ്പോൾ മുതലാണ് കയർ തൊഴിലാളികളുടെ സമരത്തിൽ, നെയ്ത്തുകാരുടെ സമരത്തിൽ, കർഷക തൊഴിലാളികളുടെ സമരത്തിൽ എല്ലാം നിർണായകമായ പല സമരങ്ങളിലും അദ്ദേഹം നേതൃസ്ഥാനത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ശരിക്കും VSനോട് യാത്ര പറയുന്നത് കേരളത്തിലെ മണ്ണും മലയും, മനുഷ്യർ മാത്രമല്ല, മണ്ണും മലയും പുഴയും എല്ലാവരും VSനോട് യാത്ര പറയുകയാണ് എല്ലാ അർത്ഥത്തിലും. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ പരിസ്ഥിതി അവബോധമൊക്കെ മലയാളിക്ക് ഉണ്ടാവുന്നത്, ആ നിലയ്ക്കുള്ള ചർച്ചകളൊക്കെ ഉണ്ടാവുന്നത് ഒരു തരത്തിൽ ഇപ്പോൾ അതിനോട് യോജിക്കുന്നവരും വിയോജിക്കുന്നവരും ഉണ്ടാകും. എന്നെ വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ചില സമരങ്ങളോടൊക്കെ വിയോജിപ്പ് തന്നെയാണ്, ചില പരിസ്ഥിതി സമരങ്ങളോടൊക്കെ. അതായത് ഒരു യുക്തിരാഹിത്യം ചില ഘട്ടങ്ങളിലൊക്കെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് തോന്നാം, പ്രത്യേകിച്ച് ഈ ജലവൈദ്യുതി പദ്ധതികളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള സമരങ്ങൾ. അപ്പോൾ അങ്ങനെ ചില പദ്ധതികളുമൊക്കെ ആയിട്ടുള്ള സമരങ്ങളൊക്കെയാണ് നമ്മൾ പരിസ്ഥിതി സമരം എന്ന നിലയ്ക്ക് എടുത്തു കാട്ടുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു പരിസ്ഥിതി സമരത്തിൻ്റെ ഏറ്റവും അഗ്രസീവായ മുഖം കാട്ടിത്തന്നത് VS അച്യുതാനന്ദനാണ്. അത് ഈ വെട്ടിനിരത്തൽ സമരം എന്ന് നമ്മളെല്ലാം കേട്ട സമരമാണ്. കാരണം നെൽവയൽ നീർത്തട സംരക്ഷണത്തിന് വേണ്ടിയുള്ള സമരമാണ്. അതുപോലെ കർഷക തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള നെൽവയലുകളിൽ പണിയെടുക്കുന്ന കർഷക തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കൂടിയുള്ള ഒരു സമരമായിരുന്നു അത്. പക്ഷേ ഈ പറയുന്നത് പോലെ ഒരൊറ്റയടിക്ക് നമ്മൾ മാറി നിന്ന് കാണുമ്പോൾ ഇതര വിളകളെല്ലാം വെട്ടി നിരത്തിക്കൊണ്ടുള്ള ഒരു സമരം, അതൊരു സമര രീതിയാണോ എന്നൊക്കെ അന്ന് നമുക്ക് തോന്നിയിരുന്നു. ശരിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇന്നും ആ സംശയങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ അഗ്രസീവായ സ്റ്റെപ്പ്, അതായത് അവിടെ വെട്ടിനിരത്തലാണെങ്കിൽ മൂന്നാറിലേക്ക് എത്തുമ്പോൾ എന്താണ് ഈ ഏറ്റെടുക്കുന്ന അനധികൃതമായി പണിത കെട്ടിടങ്ങൾ ഇടിച്ചു നിരത്തുക എന്നുള്ളതാണ്. അപ്പോൾ പലരും ചോദിച്ചു, ഇതൊക്കെ ഇടിച്ചു നിരത്തേണ്ടതുണ്ടോ, ഇത് ഏറ്റെടുത്തിട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വിനിയോഗിക്കുന്നതല്ലേ നല്ലത് എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷേ ഏറ്റവും അഗ്രസീവായ, ഏറ്റവും എക്സ്ട്രീമായ സ്റ്റെപ്പ് ആണ് VSന് എപ്പോഴും കൂടുതൽ ഒരു VSൻ്റെ ഒരു തീരുമാനങ്ങളുടെ ശരിയെ സ്ഥാപിക്കാൻ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളതെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് ശരിയെന്ന് തോന്നിയാൽ അദ്ദേഹത്തിന് മുന്നിൽ മറ്റൊന്നുമില്ല. ശരിയെന്ന നിലപാടിന് വേണ്ടി ഏതറ്റം വരെയും ഉറച്ചു നിൽക്കുക എന്നുള്ളതായിരുന്നു തീർച്ചയായും VS എന്ന് പറയുന്ന അതുല്യനായിട്ടുള്ള ജനനേതാവിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായി എല്ലാ കാലത്തും ജനങ്ങൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ VSനെ കാണാൻ ജനപ്രവാഹം ദർബാർ ഹാളിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. VS യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവായും മുഖ്യമന്ത്രിയായും MLA ആയും എല്ലാം തന്നെ തിരുവനന്തപുരത്ത് ആകെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പല കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു പദവിയില്ലാതെ ജനനേതാവ് എന്ന നിലയിൽ മാത്രം
അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിൽ എല്ലാവർക്കും എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു നേതാവ് കൂടിയാണ്. അതെ 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 തീർച്ചയായും. അത് പലരും ഈ ഇപ്പോൾ വ്യക്തിപരമായ അനുഭവങ്ങൾ കൂടുതൽ ആളുകൾ പറയുക ഇത്തരം സാഹചര്യങ്ങളിലൊക്കെയാണല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ പല ആളുകളും പറയുന്ന വ്യക്തിപരമായ അനുഭവങ്ങളൊക്കെ കേട്ടാൽ വളരെ കൗതുകം തോന്നും. എത്ര ഒപ്പമുള്ളവരോടുള്ള ഒരു കരുതൽ എന്നത് എത്ര സൂക്ഷ്മമായാണ് എന്നുള്ളത് നമുക്ക് പല ആളുകളും പറയുമ്പോൾ കേൾക്കാം. കൂടെയുള്ള ആൾ ഒരു പുകവലിക്കാരനാണെങ്കിൽ അത് കൃത്യമായി തിരിച്ചറിഞ്ഞ് അതിനുള്ള മുന്നറിയിപ്പ് കൊടുക്കും. വലിയ പുകവലിക്കാരനായിരുന്നു വി എസ് പിന്നീട് ഒരു ഘട്ടത്തിലൊന്നും ഇങ്ങനെ ആരോഗ്യം നോക്കുന്ന ആളെ ആയിരുന്നില്ല. പക്ഷേ കേരളത്തിനറിയാവുന്ന പുതിയ കാലത്തെ കേരളത്തിനറിയാവുന്ന വി എസ് എന്ന് പറയുന്നത് നന്നായി ചിട്ടയായ ജീവിതം നയിക്കുന്ന ആരോഗ്യം നോക്കുന്ന ഒരാളാണ് എന്നുള്ളതാണല്ലോ. പക്ഷേ ഒരു ആദ്യ പകുതി പിന്നിട്ടതിന് ശേഷമാണ് വി എസ് ആ ചിട്ടയായ ജീവിതത്തിലേക്ക് അദ്ദേഹം വരുന്നത് തന്നെ. പക്ഷേ ഈ ബീഡി വലിക്കുക എന്നുള്ളത് പണ്ടത്തെ ഒരു രീതിയാണ്. അതൊരു മോശം ഏർപ്പാടായി അന്ന് കരുതിയിരുന്നില്ല. പുകവലി എന്നത് അതുകൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വന്നതിന് ശേഷമാണല്ലോ അതൊരു മോശം ഏർപ്പാടാവുന്നത്. അപ്പോൾ അതിനു മുമ്പ് സാധാരണ ആളുകൾ പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ തുടർച്ചയായി പുകവലിക്കുമായിരുന്നു എന്നുള്ളതാണ്. അത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ പൊതുവേദികളിലൊക്കെ ഇരുന്ന് രാഷ്ട്രീയ നേതാക്കൾ പുകവലിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ ആര്യാടൻ മുഹമ്മദിനെ പോലുള്ളവരൊക്കെ വേദിയിലിരുന്ന് തന്നെ പുകവലിച്ചുകൊണ്ട് തന്നെയാണ് ആ പരിപാടികളിലൊക്കെ പങ്കെടുത്തിരുന്നത് ഒരു കാലത്ത്. അപ്പോൾ ആ സമയത്ത് അത്ര കണ്ട് പരിചയമില്ല ഇല്ലാത്ത അതെ അതിനുശേഷം വരുമ്പോൾ അത് അങ്ങനെ ഇല്ല. പക്ഷെ അന്ന് അത് ഒരു മോശം സംഗതി ആയിരുന്നില്ല. പക്ഷേ മാത്രമല്ല ആരോഗ്യത്തിന് കുഴപ്പമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം വി എസ് അത് പുകവലി പൂർണ്ണമായി ഉപേക്ഷിച്ചു. മാത്രമല്ല ഭക്ഷണ കാര്യത്തിലൊക്കെ വലിയ ചിട്ട വരുത്തി.